113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനോടനുബന്ധിച്ച് ഇന്ന് പമ്പ ആരതി നടക്കും. പമ്പ മുതൽ പല്ലന വരെയുള്ള പുണ്യനദിയുടെ വിവിധ തീരങ്ങളിൽ ഗംഗാ ആരതി മാതൃകയിലാണ് നദീപൂജ നടക്കുക. ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പമ്പ ആരതി നടക്കുന്നു. നമുക്കറിയാം, ഗംഗാ ആരതിക്ക് സമാനമായിട്ടുള്ള വലിയ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. 113ാമത് വർഷം എത്തി നിൽക്കുന്നു അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. ഏറ്റവും വലിയ, നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ സമ്മേളനം നടക്കുന്ന പമ്പാ നദിക്കരയിലെ ആ മഹാസംഗമത്തിന് മുന്നോടിയായിട്ടാണ് ഈ പമ്പ ആരതി നടക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ മിഥുൻ മുരളി. വിനോദ, 113ാമത് ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു ഹിന്ദു മത പരിഷത്തിനോടനുബന്ധിച്ചുള്ള ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ ഇടങ്ങളിലായിട്ട് ഇന്ന് പമ്പ ആരതി നടക്കുന്നത്. പുണ്യ നദിയായ പമ്പയ്ക്കോടുള്ള പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിവിധ ആധ്യാത്മിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടു കൂടിയാണ് പമ്പ നദിയുടെ വിവിധ തീരങ്ങളിൽ പമ്പ ആരതി നടക്കുന്നത്. ഗംഗയ്ക്കും മറ്റും ആരതി ഒഴിഞ്ഞുകൊണ്ടുള്ള ആ പുണ്യപുരാതനമായിട്ടുള്ള ചടങ്ങ് അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇന്ന് പമ്പാ നദിയിലും ആരതി നടക്കുന്നത്. 113 കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പമ്പാ നദിയുടെ തീരങ്ങളിലാണ് ഈ ആരതി നടക്കുന്നത്. അതോടൊപ്പം തന്നെ നദി വന്ദനവും ഉണ്ടാകും. വിവിധ സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കും. ഒപ്പം തന്നെ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ പമ്പ ആരതിയിൽ നിർണായകമായിട്ടുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഉണ്ടാകും. നാമമന്ത്രജപങ്ങളോടുകൂടിയാണ് ഈ ചടങ്ങ് നടക്കുക. നദീ സംരക്ഷണം, ഒപ്പം ജലസംരക്ഷണം തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും ഈ ചടങ്ങുകൾ ഇന്ന് വിവിധ തീരങ്ങളിലായിട്ട് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി നടക്കുന്നത്. പമ്പ തീരത്താണ് ഞാനുള്ളത്. ഇന്ന് സജീവമാണ്. ശബരിമല തീർത്ഥാടനത്തിന്റെ പരിസമാപ്തിയിലേക്ക് കിടക്കുന്ന ഇന്നും പമ്പ പരിസരവും എല്ലാം ഇന്ന് തീർത്ഥാടകരാൽ സജീവമാണ്. രാവിലെ മഴയുണ്ട്. മഴയുടെ ചെറിയ അലോസരങ്ങളൊക്കെ ഭക്തജനങ്ങൾക്കുണ്ട്. പക്ഷേ നേരിയ ശരാശരി ഭക്തജനത്തിരക്കാണ് ഇന്നും പമ്പയിൽ അനുഭവപ്പെടുന്നത്. മഴയുടെ ചെറിയ ബുദ്ധിമുട്ടുകളും അലോസരങ്ങളും ഒക്കെ ഭക്തജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടി ഈ പരിസമാപ്തിയിലെത്തുന്ന ശബരിമല തീർത്ഥാടനത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഇന്നും പമ്പ സജീവമാണ്. ഏറെ ശരാശരി തിരക്കുമൊക്കെ ആയിട്ട് എന്തായാലും വൈകുന്നേരത്തോടു കൂടി പമ്പ മുതൽ പല്ലന വരെയുള്ള വിവിധ മേഖലകളിലാണ് പമ്പ ആരതി നടക്കുന്നത്. വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ വിശിഷ്ട വ്യക്തികൾ, മറ്റ് സ്ത്രീജനങ്ങൾ ഒക്കെ ഈ പമ്പ ആരതിയിൽ നാമമന്ത്ര ജപങ്ങളുമൊക്കെയായിട്ട് ഉണ്ടാകും, സാന്നിധ്യം അറിയിക്കും. അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ വാരണാസിയിലും മറ്റും ഒക്കെ നടക്കുന്ന രീതിയിലുള്ള സമാനമായ ഉത്തരേന്ത്യൻ നദീപൂജ രീതിയിലുള്ള ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആ നദീപൂജയുടെ കേരളത്തിൽ ആദ്യമായിട്ടൊക്കെ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു നദീവന്ദനവും പൂജയും ആരതിയും ഒക്കെയാണ് ഇന്ന് പമ്പയുടെ വിവിധ തീരങ്ങളിലായിട്ട് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജലസംരക്ഷണം, നദീ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു പമ്പ ആരതിക്ക് വലിയ പ്രാധാന്യമാണ് കേരള സമൂഹത്തിൽ ഉള്ളത്. ഇങ്ങനെയൊരു തുടക്കം, പമ്പ ആരതി, പമ്പ പൂജ, നദീപൂജയൊക്കെ കേരളത്തിലും തുടക്കമാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണേണ്ടതും. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ഒക്കെ ഉണ്ടാവുക. വിവിധ കടവുകൾ, 113 കടവുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാത്തരം സജ്ജീകരണങ്ങളും 113 പമ്പ മുതൽ പല്ലന വരെയുള്ള വിവിധ കടവുകളിലെല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രഭാഷണം, ഭജന, പ്രസാദ വിതരണം, സർവരും ചേർന്നുള്ള നദീപൂജ തുടങ്ങിയ ചടങ്ങുകളും എല്ലാ ഇടങ്ങളിലുമുണ്ട്, എല്ലാ തീരങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ കൂടെ പമ്പാ നദി കടന്നു പോകുമ്പോൾ ഈ പുണ്യ നദിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ തയ്യാറെടുപ്പുകളെല്ലാം, ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നത്. വലിയ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും മറ്റ് സാന്നിധ്യത്തിലുള്ള ഈ ചടങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഹിന്ദു മഹാമണ്ഡലം ഭാരവാഹികളും എല്ലാവരും. ആ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അതെല്ലാം പൂർത്തിയായിട്ടുമുണ്ട്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് ഫെബ്രുവരി 2 മുതൽ 9 വരെ നടക്കുമ്പോൾ 5-ാം തീയതിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 3 മണിയോടെയാണ് ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത്. ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പമ്പാരതിയും മറ്റ് പ്രധാന ചടങ്ങുകളും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും പല വൃക്ഷ സസ്യ വിതരണമടക്കം പതാക ഉയർത്തലടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നുമുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘ സർസംഘചാലക് ഇതാദ്യമായാണ്
ആദ്യമായിട്ടാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നുള്ളതും ഇത്തവണത്തെ 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള വസ്തുതയുമാണ്. എന്തായാലും പമ്പ സജീവമാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പമ്പയുടെ വിവിധ തീരങ്ങളിൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 113 കേന്ദ്രങ്ങളിൽ 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ 113 കേന്ദ്രങ്ങളിൽ ഇന്ന് ഉത്രം നാളിൽ വൈകുന്നേരത്തോടുകൂടി പമ്പ ആരതി നടക്കുമ്പോൾ അത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, കേരള പരിസ്ഥിതി ഒരു സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നദികൾക്ക് നൽകുന്ന പ്രാധാന്യത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് മാറുകയാണ്. ചടങ്ങിന് തുടക്കമായിട്ട് മാറുകയാണ്. ഗംഗാ ആരതിക്കുമൊക്കെ സമാനമായ രീതിയിൽ ഗംഗാ മാതൃകയിലും വാരണാസിയിലും മറ്റും നമ്മൾ കണ്ട് പരിശീലിച്ചിട്ടുള്ള നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രത്യേക ചടങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യമാണ് അതിനുള്ളത്. വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നദീ സംരക്ഷണവും ജലസംരക്ഷണവും ഒക്കെ ആയിട്ടുള്ള സന്ദേശം ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ നദീ സംരക്ഷണമൊക്കെ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കണക്കാക്കേണ്ടതാണ് കേരള സമൂഹത്തിലും എന്നുള്ളതിൻ്റെയൊക്കെ ഉത്ബോധനം പറഞ്ഞുകൊണ്ടുള്ളതാണ് ഈ ഒരു ചടങ്ങ് എന്നുള്ളതും എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. നാമമന്ത്ര ജപങ്ങളോടുകൂടി വൈകുന്നേരം പമ്പയുടെ വിവിധ തീരങ്ങൾ സജ്ജമാകും. നദീ പൂജയും തുടർന്നുള്ള ചടങ്ങുകളും ഇന്ന് നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും. വൈകിട്ട് 5 മണി മുതലാണ് വിവിധ തീരങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെ, മിഥുൻ മുരളി പറഞ്ഞ പോലെ തന്നെ ഗംഗാനദി ഭാരതത്തിന് എത്രമാത്രം പ്രാധാന്യമാണോ അതേപോലെ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് പുണ്യനദി തന്നെയാണ് പമ്പാ നദി. ശബരിമലയിൽ നിന്നും പുറപ്പെടുന്ന നദി, അയ്യപ്പനെ കാണാൻ പോകുന്നവരൊക്കെ ആ നദിയിൽ കുളിച്ചിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്നു. ആ നദിക്കരയിലാണ് ഇപ്പോൾ പറഞ്ഞ ഈ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. അതുമാത്രമല്ല, ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷൻ നടക്കുന്നത് ഈ പമ്പാ തീരത്ത് തന്നെയാണ്. മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നതും പമ്പാ തീരത്ത് തന്നെയാണ്. ആറന്മുള ക്ഷേത്രം നിലനിൽക്കുന്നത് പമ്പാ നദിയുടെ കരയിലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ സംസ്കൃതി തന്നെ പമ്പാ നദിയോട് ചേർത്ത് നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് പുണ്യനദി തന്നെയാണ് പമ്പ. അതുകൊണ്ടാണ് 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ ഭാഗമായി 113 കടവുകളിൽ നദീവന്ദനം നടക്കുന്നത്. വാർത്തകൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.